നെല്ലിക്കയിലെ പ്രധാന രാസഘടകങ്ങൾ പെക്റ്റിൻ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതുപോലെ ഗൈനിക് ആമ്ലം, ടാനിക് ആമ്ലം, റെസിൻ, പഞ്ചസാര, അന്നജം, സെല്ലുലോസ്, ആൽബുമിൻ മുതലായ ധാരാളം അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ നെല്ലി ത്രിദോഷ ശമനമാണ്. വാതപിത്ത കഫജങ്ങളായിട്ട് വരുന്ന രോഗങ്ങളെ എല്ലാം തന്നെ ശമിപ്പിക്കുന്നതിന് വിവിധ ഔഷധ യോഗങ്ങളിൽ അവയെ ഉപയോഗിക്കുന്നു. നെല്ലി പ്രധാനമായിട്ടും നെല്ലിക്ക ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നെല്ലി ചേർന്നിട്ടുള്ള കഷായങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാന രോഗങ്ങൾ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങളിലും ഈ നെല്ലിക്ക ഒരു ശ്രേഷ്ഠമായ ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആഹാരമായിട്ടും ഔഷധമായിട്ടും പച്ചയായിട്ടും അവയെ ഉപയോഗപ്പെടുത്താം. പ്രധാനപ്പെട്ട രോഗാവസ്ഥകൾ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ്, അതുപോലെ തന്നെ പ്രമേഹം, വായ്പുണ്ണുണ്ടാവുക, അസിഡിറ്റി അനുഭവപ്പെടുക, അതുപോലെ ഹൃദ്രോഗം, കൊളസ്ട്രോൾ വർദ്ധിച്ചത് മൂലമൊക്കെ ഉണ്ടാകുന്ന ഹൃദ്രോഗാവസ്ഥ എന്നിവയിലെല്ലാം തന്നെ അനേക വിധത്തിലുള്ള രോഗാവസ്ഥകളിൽ ഈ നെല്ലിക്കയെ ഉപയോഗപ്പെടുത്തുന്നു. പച്ചയായി തിന്നാനുള്ള ഒരു സാധനമായിട്ടും ഉരുട്ടിക്കളിക്കാനുള്ള ഒരു സാധനമായിട്ടൊക്കെയാണ് നെല്ലിക്കയെ കുട്ടിക്കാലത്ത് കണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അമ്മ വിളമ്പിത്തന്ന ആഹാരത്തിൻ്റെ സൈഡിൽ നെല്ലിക്ക അച്ചാറും നെല്ലിക്ക കറികളും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ സ്വാദോടുകൂടി അത് കഴിച്ചുകൊണ്ടിരുന്ന കാലത്തൊന്നും നമ്മൾ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷേ എന്നാൽ ഇന്ന് നെല്ലിക്ക ശരീരത്തിൽ ഭക്ഷണത്തിലൂടെയാണേലും അകത്ത് ചെന്നാൽ അത് ആരോഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നുള്ള തിരിച്ചറിവ് കിട്ടി. നെല്ലിക്ക അച്ചാർ കഴിച്ചാൽ പോലും ശരീരത്തിന് ഏറ്റവും ആവശ്യമായ വൈറ്റമിൻ സി ആണ് നമ്മളിലേക്ക് എത്തുന്നത്. നെല്ലിക്ക കൊണ്ട് പല വിധത്തിലും അച്ചാറുകൾ ഉണ്ടാക്കാമല്ലോ. അല്ലേ? ഇപ്പം തമിഴിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. ഇത് നെല്ലിക്ക നല്ലപോലെ കഴുകി നല്ലപോലെ തുടച്ച് വെച്ചേക്കും. പിന്നെ നല്ലെണ്ണ അടുപ്പ് നമ്മൾ കത്തിച്ചിട്ട് അത് ചൂടായപ്പോൾ രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഞാനിപ്പം 10 നെല്ലിക്കയെ ഇടുന്നുള്ളൂ. 10 നെല്ലിക്ക ഇട്ടിട്ട് നല്ലപോലെ വണക്കണം. എണ്ണ നല്ലപോലെ പുരണ്ടിട്ടുണ്ടെന്ന് നോക്കണം. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കണം. ഇത് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞു. ഇനി ഇതെടുത്ത് ആറാൻ വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിൽ കടുക് വറുത്ത്, ഉലുവ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം ചേർക്കണം. ഇനി എണ്ണ ഒഴിക്കണം. മുളക്, കടുക്, പിന്നെ കരുവേപ്പില എല്ലാം പോട്ട് കടുക് വറക്കണം. അടുപ്പൊന്ന് സിമ്മിലാക്കണം. സിമ്മിലാക്കിയിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടി 1/4 സ്പൂൺ, മുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റണം. വഴറ്റിയിട്ട് പിന്നെ 1 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് അതിൽ ഉപ്പ് 2 ടീസ്പൂൺ ഉപ്പും, പിന്നെ വെല്ലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വെല്ലപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് ഇളക്കണം. ഇളക്കിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവ അതും ചേർത്തിട്ട് ഞെക്കി വെച്ച ഈ അല്ലികളൊക്കെ അതിൻ്റെ കൂടെ ചേർക്കണം. ചേർത്തിട്ട്
നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി ഇപ്പോൾ നെല്ലിക്ക അച്ചാർ ഉപയോഗിക്കാൻ പാകത്തിലായി. ഇതിനെ ഞങ്ങൾ തമിഴിൽ ഊറുക എന്നും ഉപ്പിലിട്ടെന്നും നെല്ലിക്ക ഉപ്പിലിട്ടത്, നെല്ലിക്ക ഊറുക അങ്ങനെയും പറയും. മലയാളത്തിൽ നിങ്ങളൊക്കെ അച്ചാറെന്ന് പറയും. അങ്ങനെയാണ്. ഇത് കുപ്പിയിലാക്കി വെക്കണം. വെച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത് ഈ ഉപ്പും നെല്ലിക്കയും ഒക്കെ ചേർന്നിട്ട് ഒരു മയത്തിലായി കിട്ടും. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു 10 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. ഇപ്പോൾ നെല്ലിക്ക പൊതുവേ നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിച്ചാൽ തന്നെ ശരീരത്തിന് കുറച്ച് പുഷ്ടിയും ഓജസ്സൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിന് രസായന ഗുണങ്ങളുള്ളതുകൊണ്ട് അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ഗുണം ശരീരത്തിന് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടുണ്ടാക്കുന്ന അരിഷ്ടം, രാത്രി അരിഷ്ടം അത് കഴിക്കുന്ന സമയത്ത് ഇതിന് പുറമെ മറ്റ് പല ഗുണങ്ങളും ഉണ്ട്. അത് ശരീരത്തിൽ ഈ തൊലി ഇങ്ങനെ പൊട്ടി കീറുന്നൊരു അവസ്ഥയുണ്ട്. അതിന് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടും. തുടർച്ചയായിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഈ കാലിൻ്റെ അടിയൊക്കെ പൊട്ടി ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്, വേദന സഹിച്ചും ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ തുടർന്ന് ഇത് കഴിക്കുകയാണെങ്കിൽ അത് തീരെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ നെല്ലിക്കയ്ക്ക് മറ്റൊരു ഗുണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അത് ഈ രക്തപിത്ത രോഗികളിൽ ഈ മൂക്കിൽ നിന്നൊരു രക്തസ്രാവം ഉണ്ടാകുന്ന അസുഖമുണ്ട്. അത് ആയുർവേദത്തിൽ പറയുന്നുണ്ട് അങ്ങനെ. അപ്പോൾ അതിന് ഈ നെല്ലിക്ക പശു നെയ്യിൽ വറുത്തിട്ട് കാടി വെള്ളം ചേർത്ത് അരച്ച് തലയിൽ നമ്മൾ തളം വെക്കുന്നതെന്ന് പറയും. അത് ചെയ്താൽ ഈ മൂക്കിൽ നിന്നുണ്ടാകുന്ന രക്തസ്രാവം പെട്ടെന്ന് നിൽക്കുന്നതായിരിക്കും. അതൊരു പ്രത്യേക ഗുണമാണ്. ആമലം ഘൃതപൃഷ്ടന്തു പിഷ്ടം കാഞ്ചിക വാരിഭി ജയേൻ മൂർധിനി പ്രലേപോയം രക്തം നാസികയാശ്രിതം. അത് ഒരു പ്രധാനപ്പെട്ടൊരു ഗുണമാണ്.